ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. പ്രൊഡക്റ്റ് വന്നിട്ട് ഈ പിൽഗ്രിമിന്റെ ഹെയർ ഗ്രോത്ത് സിറം ആണ്. സോ അപ്പോൾ ഞാനിത് ഒരു 2-3 വീക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു എൻ്റെ ഒരു കുട്ടി റിവ്യൂ ആണ്. കാരണം ഞാൻ ഏകദേശം ഇത്രയും വരെ ആയി തീർത്തിട്ട്. സോ ഇന്ന് ഈ വീഡിയോയിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് റിവ്യൂസിനായിട്ടൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ പിൽഗ്രിമിന്റെ ഹെയർ ഗ്രോത്ത് സിറം. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വിത്തിൻ 28 ഡേയ്സ് നമുക്ക് ഹെയർ ഗ്രോത്തിനായിട്ട് സഹായിക്കും. സോ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഫോൾ റിഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുമാണ്. സോ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14 ഡേയ്സിനുള്ളിൽ ഹെയർ ഫോളിൽ റിഡക്ഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ 28 ഡേയ്സിനുള്ളിൽ പുതിയ ഹെയർ ഗ്രോത്ത് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇത് 90% നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ഉണ്ടാട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഓവർനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഇതിനൊരു നോൺ സ്റ്റിക്കി വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് നെക്സ്റ്റ് ഡേ ഷാമ്പു ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഒരു 2-3 ഡ്രോപ്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അബ്സോർബ് ആവുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇത് ഓവർനൈറ്റ് യൂസ് ചെയ്തിട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കും ഇത് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബേബി ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇത് യൂസ് ചെയ്തവരുടെ റിസൾട്ട്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ചെക്ക് ചെയ്താൽ മതി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.